ഹേ ഗൈസ്, ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ റിട്ടേൺ വഴിയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കവർ ഉണ്ട്, അതിൽ നമ്മൾ പുതിയതായിട്ട് മേടിച്ചൊരു വേറെ ഗപ്പിയാണ്. അപ്പോൾ അത് ഏതാണെന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഫാമിലേക്ക് പോകട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു മൊയിനാനെറ്റാണ്. നമ്മുടെ അടുത്തൊരു നല്ല മൊയിനാനെറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് മേടിക്കാനാണ് മെയിനായിട്ട് ഞാൻ അവിടേക്ക് പോയത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൊയിനാനെറ്റാണ്. പിന്നെ മേടിച്ചത് കുറച്ച് ഗപ്പീസിനാണ്. ഇത് കണ്ടപ്പോൾ ഏത് ഗപ്പിയാണ് മേടിച്ചേക്കണേന്ന് ഗസ് ചെയ്യാൻ പറ്റിയവരുണ്ടെങ്കിൽ കമന്റ് കിട്ടോ, ഞാൻ എന്തായാലും പറഞ്ഞു തരാം. ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പേര് പർപ്പിൾ ബെറി ഗപ്പി, പിന്നെ നമ്മുടെ ചില്ലി മൊസൈക്കിന്റെ ഫീമെയിൽ ഡെഡ് ആയി പോയിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ചില്ലി മൊസൈക്കിന് വേണ്ടി 2 ഫീമെയിലും കൂടി മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്, എന്നിട്ട് ഞാൻ പെയറായിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പർപ്പിൾ ബെറി ഗപ്പി. ഞാൻ കുറെ നാളായിട്ട് നോക്കി നടന്നിരുന്ന ഒരു ഗപ്പി വെറൈറ്റി ആയിട്ടത്. നമ്മൾക്ക് പക്ഷെ ഇവിടെ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പൊ ഇന്ന് കണ്ടപ്പോ തന്നെ അങ്ങോട്ട് പോകും. നമുക്ക് ഇവരെ മാറ്റാനുള്ള പരിപാടികൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു ബേസിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് മെറ്റലിൻ ബ്ലൂ ഇട്ട് കൊടുക്കാം, കാരണം എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. നമ്മുടെ മെറ്റലിൻ ബ്ലൂ ഇട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവര് നൈസായിട്ട് അതിലേക്ക് ഇറക്കി വിടാം. ഒരുമിച്ച് പാക്ക് ചെയ്ത് തന്നുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ ഒന്നും സെറ്റ് ആക്കാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച ചില്ലി മൊസൈക്കിന്റെ ഫീമെയിൽസ്. ഇവർക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവരെ നൈസായിട്ട് നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടാം കേട്ടോ. നമ്മൾ ഫീമെയിൽ ഇറക്കി വിട്ടപ്പോൾ തന്നെ നമ്മുടെ മെയിൽ നല്ല ഹാപ്പി ആയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് ടോട്ടൽ 5 വെറൈറ്റി ഗപ്പീസ് ഉണ്ട്, പക്ഷെ ഇവരെ കുഞ്ഞുങ്ങളൊന്നും ഇപ്പൊ അവൈലബിൾ അല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ മെറ്റാലിക് ബ്ലൂവിന്റെ സെയിലും വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് മെറ്റാലിക് ബ്ലൂ അല്ല HB ബ്ലൂ ആണെന്ന്. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കും കൺഫ്യൂഷൻ ആയി, ഇത് മെറ്റാലിക് ബ്ലൂ ആണോ HB ബ്ലൂ ആണോ. ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആണെന്ന് തോന്നണേന്നൊന്ന് കമന്റ് ഇട്ടേക്കിട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്.